സർവശക്തനും സർവസഹായിയും സൗഖ്യദായകനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ കർത്തൃദിവസവും ദൈവം നമുക്ക് ദാനം ചെയ്തതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദിന ധ്യാന ചിന്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 20 വാക്യം. യഹോവ എന്നെ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. ഇവിടെ നാം കാണുന്ന അനുഗ്രഹീതമായ 3 പ്രയോഗങ്ങൾ. ഹിസ്കിയ രാജാവ് അദ്ദേഹത്തിന് മരണകരമായ ഒരു രോഗം പിടിച്ച് മരിപ്പാറായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച സംഗതി നമ്മൾ കാണുന്നു. അങ്ങനെ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഹിസ്കിയ രാജാവ് പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ കാലത്ത് ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു എന്നാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ വന്ന് അവനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന്. അപ്പോൾ ദൈവം ഹിസ്കിയാവിന് വ്യക്തമായ ഒരു സന്ദേശം കൊടുത്തു. ഈ രോഗം നിന്റെ മരണത്തിനായിട്ടാണ്, നീ നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തി കൊള്ളുക എന്ന്. എന്നാൽ യെശയ്യാ പ്രവാചകൻ അവിടെ നിന്നും പുറത്തിറങ്ങി താൻ യാത്ര ചെയ്യുവാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സന്ദേശം വരികയാണ്, നീ തിരികെ ചെന്ന് ഹിസ്കിയാവിനോട് പറയണം, ഞാൻ എൻ്റെ ആയുസ്സിനോട് 15 വർഷം കൂടെ അവന് കൂട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന്. എന്തായിരുന്നു അതിന് കാരണം? നാം വായിക്കുന്നു 3 വാക്യത്തിൽ, ഹിസ്കിയാവ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അങ്ങനെ ഹിസ്കിയാവ് കരഞ്ഞപ്പോൾ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു. യെശയ്യാവിനോട് പറയുകയാണ്, നീ പോയി ഹിസ്കിയാവിനോട് ഇപ്രകാരം പറയണം. നമ്മളോട് വായിക്കുന്നത്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. 5 വാക്യത്തിൽ നാം കാണുന്നത് അതാണ്. അങ്ങനെ ദൈവം ഹിസ്കിയാവിന് 15 വർഷം കൂടെ കൂട്ടിക്കൊടുത്തപ്പോൾ ഹിസ്കിയാവ് ഒരു എഴുത്ത് എഴുതുകയാണ്. ആ എഴുത്തിൽ താൻ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ് നാം കണ്ടത്. 38 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ രോഗം മാറി അവൻ സൗഖ്യമായതിനു ശേഷം എഴുതിയതാണ് ഈ വാക്കുകൾ എന്നാണ്. 10 വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാള വാതിലകം പുകേണ്ടി വന്നു, എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഹിസ്കിയ ഒരു കാര്യം തിരിച്ചറിയുകയാണ്, നത്തിങ്നെസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മ. ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ മരിക്കേണ്ടി വരിക. അങ്ങനെ മരിക്കേണ്ടി വരുമ്പോഴും അതിൽ നിന്നും മോചനം നൽകുന്ന, സൗഖ്യം നൽകുന്ന, രക്ഷ നൽകുന്ന, ആയുസ്സിനെ നീട്ടി നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് താൻ തിരിച്ചറിഞ്ഞിട്ട് താൻ പറയുന്ന വാക്കാണ് അത്. അതുകൊണ്ട് 38 അധ്യായത്തിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നത്തിങ്നെസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മ, അല്പകാലം മാത്രമുള്ള ഈ ഭൂമിയിലെ ആയുസ്, 4 വിരൽ നീളമുള്ള ഭൂമിയിലെ ആയുസ്, അതിൻ്റെ താൽക്കാലികത എന്താണെന്ന് 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 16 വാക്യത്തിൽ നാം വ്യക്തമായി കാണുകയാണ്, ഗോഡ് ഈസ് ദ വൺ ഹൂ ഹീൽസ് ആൻഡ് ഗോഡ് ഈസ് ദ വൺ ഹൂ സേവ്സ്. ദൈവമാണ് സൗഖ്യമാക്കുന്നവൻ, ദൈവമാണ് രക്ഷിക്കുന്നവൻ. 16 വാക്യം, കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു, എൻ്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ജീവനെ രക്ഷിക്കും. അതെ, ഹിസ്കിയ ഒരു കാര്യം തിരിച്ചറിയുകയാണ്, ദൈവം
ശാരീരിക രോഗത്തെ സൗഖ്യമാക്കി, ആയുസ്സിനെ നീട്ടി, പ്രാണനെ വീണ്ടെടുത്ത് ആത്മാവെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം സൗഖ്യദായകനും രക്ഷകനുമാണെന്ന് ഹിസ്കിയാവ് കണ്ടറിയുകയാണ്, അനുഭവിച്ചറിയുകയാണ്. 17-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ പ്രയോഗിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നീ എൻ്റെ സകല പാപങ്ങളും നിന്റെ പിമ്പിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചു. അതെ, നമ്മുടെ പാപങ്ങളെ ദൈവം തൻ്റെ പിമ്പിൽ മറന്നു കളഞ്ഞു, അല്ലെങ്കിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇനിമേലാൽ അവൻ നമ്മുടെ പാപങ്ങളെ ഓർക്കുകയില്ല. പിന്നെയോ അവൻ നമ്മുടെ ജീവനെ, നമ്മുടെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് വീണ്ടെടുത്തു, രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മെ നിത്യ നരകത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ള വിലയേറിയ സത്യവും നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. 17-ാം വാക്യത്തിൽ ആ 2 കാര്യങ്ങൾ കാണുവാൻ കഴിയും. അവിടെ പ്രത്യേകമായി പറയുകയാണ്: നീ എന്നെ സ്നേഹത്തോടെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം ദൈവം ക്ഷമിച്ചു എന്നുള്ളത് കൂടാതെ നരകത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അതിനൊരു പ്രത്യേകതയുണ്ട്: സ്നേഹത്തോടെ നമ്മളെ വിടുവിച്ച ദൈവം. 18-19 വാക്യത്തിൽ നാം കാണുകയാണ്: നിന്റെ വിശ്വസ്തത നിമിത്തം ജീവനുള്ളവർ നിന്നെ സ്തുതിക്കും. അതെ, why we are worshiping the Lord, all those who are alive must worship him because of his faithfulness. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്? നാം ദൈവത്തെ ആരാധിക്കുന്നത് അവന്റെ വിശ്വസ്തത നിമിത്തമാണ്, അവന്റെ ദയ നിമിത്തമാണ്. ബിക്കോസ് ഓഫ് ഹിസ് ലോയൽ ലവ്, അവന്റെ വിശ്വസ്ത സ്നേഹം നിമിത്തം നാം എല്ലാവരും അവനെ ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് നാം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത്: ജീവനുള്ളവർ നിന്റെ ആലയത്തിൽ വന്ന് നിന്നെ ആരാധിക്കും. 3 കാര്യങ്ങളാണ് 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ഒന്നാമതായിട്ട് നാം കാണുന്നത് ഇങ്ങനെയാണ്: The Lord will surely save me. The Lord will surely save me. യഹോവ എന്നെ രക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്ന ആ പദം, ശരിക്കും അതിൻ്റെ ഉള്ള അർത്ഥം ദൈവം എന്നെ തീർച്ചയായും രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച്, നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ച് നമുക്ക് സ്വർഗീയ രക്ഷ ദാനം ചെയ്ത് നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ രക്ഷിതാവായി വീണ്ടും വരുമെന്ന് നാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനിയും ഒരു രക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ മഹാമാരിയിലൂടെ നാം കടന്നു പോവുകയാണ്. മാരകമായ രോഗത്താൽ അനേകർ മരിച്ചു വീഴുകയാണ്. നമ്മളെക്കാൾ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും, നമ്മളെക്കാൾ ബലവാന്മാരും ബലഹീനരും, സമ്പന്നന്മാരും ദരിദ്രരും, നമ്മളെക്കാൾ വിവിധ നിലകളിൽ ശക്തരും ജ്ഞാനികളും ഒക്കെ ആയവർ മരണത്താൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം ഈ മഹാമാരിയുടെ നടുവിലും നമ്മളെ സൗഖ്യത്തോടെ സൂക്ഷിക്കുന്നു. ഇനിയും നമ്മളെ അവൻ രക്ഷിപ്പാൻ ശക്തനാണ്. ഇനിയും നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷിപ്പാൻ, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷിപ്പാൻ, നമ്മെ നിത്യ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് വരും. എന്നെ രക്ഷിപ്പാൻ എൻ്റെ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. എത്ര അനുഗ്രഹീതമായ ഒരു കാര്യമാണ് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നതിന് മുഖാന്തരമായി തീരുന്ന ചിന്തയാണ് അത്. രണ്ടാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്: സോ വി വിൽ വർഷിപ്പ് യു അറ്റ് ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ഓ കർത്താവേ, ഞങ്ങൾ അതുകൊണ്ട് നിന്നെ നിന്റെ ആലയത്തിൽ ആരാധിക്കും. രണ്ടാമതായിട്ട് നാം കാണുന്നത്: ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ആലയത്തിൽ അവനെ ആരാധിക്കുക. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് നാം കൂടി വരുന്ന നമ്മുടെ സ്ഥലം സഭ, വിശ്വാസികളുടെ കൂട്ടം ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ദൈവത്തിന്റെ മന്ദിരത്തിൽ ഒന്നു ചേർന്ന്, വിശുദ്ധന്മാർ ചേർന്ന്, വിശ്വാസികളെല്ലാം ചേർന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടം, അത് ദൈവത്തിന്റെ പ്രസാദമുള്ള, ദൈവം ഉള്ള സ്ഥലമാണ്.
ദൈവമാണ്. അതുകൊണ്ടാണ് 7 നക്ഷത്രങ്ങളെ കരങ്ങളിൽ വഹിച്ച് 7 നിലവിളക്കുകളുടെ നടുവിലുലാവുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ആരാധനയുടെ സമയത്ത് നമ്മുടെ സഭയുടെ മധ്യേ ഇറങ്ങി വന്ന് നമ്മുടെ ആരാധന സ്വീകരിക്കുന്നവനായിട്ടിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധന്മാർ ഒന്നിച്ചു ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന സഭയായുള്ള ആരാധനയുടെ മനോഹാരിത നാം മറന്നു പോകരുത്. അങ്ങനെ നമുക്കവനെ ആരാധിക്കുവാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഇവിടെ നാം കാണുകയാണ്, ഞങ്ങൾ നിന്റെ ആലയത്തിൽ നിന്നെ തന്ത്രിനാദത്തോടെ സ്തുതിക്കും, നിന്നെ ആരാധിക്കും. ഇനിയും നാം ആരാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നാം അവിടെ കാണുന്നു. We will play my songs on string instruments all the days of our life. ഞങ്ങളുടെ ജീവകാലമൊക്കെ, ജീവപര്യന്തം ഞങ്ങൾ നിന്റെ ആലയത്തിൽ എൻ്റെ ഗീതങ്ങൾ കൊണ്ട് നിന്നെ സ്തുതിക്കും. ഹിസ്കിയാവിന് പറയുവാനുള്ളത്, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ ആനന്ദത്തിൻ്റെ ഗീതങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലും. എൻ്റെ ഗീതങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പാടും എന്നാണ്. എന്താണ് ഹിസ്കിയാവിന് പാട്ടെഴുതുവാൻ ഒരു കാരണം? ഹിസ്കിയാവ് പറയുകയാണ്, ഞാൻ എൻ്റെ ഗീതങ്ങളുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും. ഞാൻ മാത്രമല്ല, എന്നോട് ചേർന്ന് ദൈവത്തിൻ്റെ ജനമെല്ലാം ആ പാട്ടുപാടി ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കും. എന്താണ് കാരണം? ഹിസ്കിയാവിനെ ദൈവം സൗഖ്യമാക്കിയപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആനന്ദത്തിന്റെ ആരാധനാ ഗീതങ്ങൾ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങളുടെ ഗീതങ്ങൾ ഹിസ്കിയാവ് എഴുതിയിട്ടുണ്ട്. ഹിസ്കിയാവ് എഴുതിയ ആ പാട്ട് ദൈവത്തിന്റെ ജനത്തെയും പഠിപ്പിച്ചിട്ട് അവരോട് ചേർന്ന് അവർ ഒന്നിച്ചു പാടുകയാണ്. ഞങ്ങൾ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളാൽ യഹോവയെ സ്തുതിക്കും. ഇന്ന് രാവിലെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്ന പുതിയ പാട്ടോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്കും എനിക്കും അവൻ തന്ന സൗഖ്യം, നിങ്ങൾക്കും എനിക്കും അവൻ തന്ന വീണ്ടെടുപ്പ്, അതോർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. The Lord has healed us, the Lord has saved us, so we must rejoice in his presence and we must praise him, we must sing praises unto him. നമ്മുടെ ദൈവം നമ്മളെ സൗഖ്യമാക്കി, നമ്മുടെ ദൈവം നമ്മളെ രക്ഷിച്ചു. അതുകൊണ്ട് നാം അവന്റെ സന്നിധിയിൽ സന്തോഷിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം, ഹല്ലേലൂയ പാടണം. ഇന്ന് രാവിലെ ഹിസ്കിയാവിന് പാട്ടുപാടുവാനുണ്ടെങ്കിൽ, ഹിസ്കിയാവ് സകല ജനത്തെയും തന്നോട് ചേർത്ത് നിർത്തി അവർ ഒന്നിച്ച് പാടുന്നെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. അവന് പാട്ടുകൾ പാടി സ്തോത്രം ചെയ്യാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആത്മാവിന്റെ നിറവിൽ സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മിക ഗീതങ്ങളാൽ നമ്മുടെ കർത്താവിന് പാടി അവന്റെ നാമത്തെ നമുക്ക് വാഴ്ത്താം. അവന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ തന്ന സൗഖ്യത്തിനായിട്ട് സ്തോത്രം. ഈ മഹാമാരിയുടെ നാളുകളിലും ഞങ്ങളെ ജീവനുള്ളവരുടെ ദേശത്താക്കി വെച്ച് അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം സൗഖ്യവും സന്തോഷവും തന്ന് ഞങ്ങൾക്ക് കൃപ തന്ന് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മിക രക്ഷയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ സ്തുതിക്കുവാൻ പുതിയ ഗാനങ്ങൾ നൽകുന്നതിനായിട്ട് സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. എളിയവരാകുന്ന ഞങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ആരാധനയും സർവ്വവല്ലഭനായ പ്രിയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.